بسم الله الرحمن الرحيم فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് തൗഹീദിൽ ബാബു മിന ശിർക്കി അൽ ഇസ്തിആദതു ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ കൊണ്ടുള്ള ഇസ്തിആദത്ത്, അഭയത്തേട്ടം, അത് ഷിർക്കിൽപ്പെട്ടതാണ് എന്നത് പ്രതിപാദിക്കുന്ന അധ്യായമാണ് വിശദീകരിച്ചത്. ഇന്ന് ബാബു മിന ശിർക്കി അൻ യസ്തഗീസ ബിഗൈരില്ലാഹ് ഔ യദ്ഉവ ഗൈറഹു എന്ന അധ്യായമാണ് വിശദീകരിക്കുന്നത്. ബാബു മിന ശിർക്ക്, അല്ലെങ്കിൽ ബാബും മിന ശിർക്ക് അൻ യസ്തഗീസ ബിഗൈരില്ലാഹ് ഔ യദ്ഉവ ഗൈറഹു. ബാബുൻ എന്നാൽ അധ്യായം, ഇതൊരു ബാബാകുന്നു. അതിൽ പ്രതിപാദിക്കുന്ന വിഷയം മിന ശിർക്ക്, ഷിർക്കിൽപ്പെട്ടതാണ്. അൻ യസ്തഗീസ ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സഹായം തേടൽ.
ഔ യദ്ഉവ ഗൈറഹു, അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ഇരക്കൽ. അപ്പം അല്ലാഹു അല്ലാത്തവരോട് ദുആ ഇരക്കൽ, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് രക്ഷാതേട്ടം നടത്തൽ, സഹായത്തേട്ടം നടത്തൽ, ഇത് ശിർക്കിൽപ്പെട്ടതാണ് എന്നത് പ്രതിപാദിക്കുന്ന അധ്യായം. പ്രസ്തുത അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി 4 ആയത്തുകളും ഒരു അസറുമാണ് നൽകിയിട്ടുള്ളത്. വഖൗലുല്ലാഹി തആല വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ വഇൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യുരിദ്ക ബിഖൈറിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. വഖൗലുല്ലാഹി തആല ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്ഖ ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദൂഹു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ. വഖൗലുല്ലാഹി തആല വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമഹ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. وقول الله تعالى أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض. شيخ رحمة الله عليه نلقي أثر وروى الطبراني بإسناده أنه كان في زمن النبي صلى الله عليه وسلم منافق يؤذي المؤمنين فقال بعضهم قوموا بنا نستغيث برسول الله صلى الله عليه وسلم من هذا المنافق فقال النبي صلى الله عليه وسلم إنه لا يستغاث بي إنما يستغاث بالله. വളരെ പ്രധാനപ്പെട്ട ഒരധ്യായമാണ് ഈ അധ്യായം. തൊട്ടു മുമ്പുള്ള ഇസ്തിആദത്തുമായി ബന്ധപ്പെട്ട അധ്യായത്തെ പോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ കൊണ്ടുള്ള അഭയത്തേട്ടം, ഇത് അള്ളാഹു അല്ലാത്തവരെ കൊണ്ടുള്ളതായ രക്ഷാത്തേട്ടവും പ്രാർത്ഥനയും ദുആയും, ഇത് കിതാബ് തൗഹീദിൽ വളരെ കാതലായിട്ടുള്ള ഒരു ഭാഗമാണ്. തൗഹീദ് മനസ്സിലാക്കുവാൻ തൗഹീദിന് വിരുദ്ധമായത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തൗഹീദിന് വിരുദ്ധമായത് ഷിർക്കാണ്. ഷിർക്കിൻ്റെ ഇനങ്ങളാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഓരോ അധ്യായങ്ങളായി എണ്ണുന്നത്. അതിൽ ഈ അധ്യായത്തിൽ അള്ളാഹു അല്ലാത്തവരെ കൊണ്ടുള്ളതായ ഇസ്തിഗാസ, അതേപോലെ അള്ളാഹു അല്ലാത്തവരോടുള്ളതായ ദുആ, ഇതാണ് വിഷയം. അത് ഷിർക്കിൽപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ഷിർക്ക്. ഷിർക്കിന് വിവിധ ഇനങ്ങളുണ്ട്, വിവിധ മുഖങ്ങളുണ്ട്. അതിൽ ഒന്നാണ് അള്ളാഹു അല്ലാത്തവരോടുള്ളതായ ഇസ്തിഗാസയും അള്ളാഹു അല്ലാത്തവരോടുള്ളതായ ദുആയും. ഇസ്തിഗാസ എന്ന പദം അർത്ഥമാക്കുന്നത് ത്വലബുൽ ഗൗസ് ആണ്. അപകടത്തിൽ നിന്ന്, നാശത്തിൽ നിന്നുള്ള രക്ഷയാണ് ഗൗസ്. അത് ത്വലബ്, തേടലാണ്, ആവശ്യപ്പെടലാണ് ഇസ്തിഗാസ. ഇസ്തിആദയും ഇസ്തിഗാസയും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ പറയും, ഇസ്തിആദത്ത് ദഫ് ആണ്, ഇസ്തിഗാസത്ത് റഫ് ആണ്. എന്നാൽ ഇസ്തിആദത്ത് ദഫ് ആണെന്ന് പറയുമ്പോൾ ഒരു വിപത്തിൽ ഒരാൾ ചാടുന്നതിന് മുമ്പ് സ്വീകരിക്കുന്നതായ അഭയത്തേട്ടമാണ് ഇസ്തിആദത്ത്. ഒരു വിപത്തിലകപ്പെട്ടവൻ അത് തന്നിൽ നിന്ന് ഉയർത്തുന്നതിന് വേണ്ടി, ഒഴിവാക്കുന്നതിന് വേണ്ടി നടത്തുന്ന രക്ഷാതേട്ടമാണ് ഇസ്തിഗാസ.
ഇസ്തിഗാസ അള്ളാഹു അല്ലാത്തവരോടുള്ളത് ഷിർക്കിൽപ്പെട്ടതാണ് എന്നാണ് അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അതിൻ്റെ പേരിൽ ബാബു മിന ശിർക്കി, ശിർക്കിൽപ്പെട്ടതാണ് അൻ യസ്തഗീസ ബിഗൈരില്ലാ, ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തൽ, രക്ഷാ തേട്ടം നടത്തൽ, നാശത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തേട്ടം നടത്തൽ, അത് ശിർക്കിൽപ്പെട്ടതാണ് എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ ഏതൊരു രക്ഷാതേട്ടമാണ് ഈ അധ്യായം കൈകാര്യം ചെയ്യുന്ന ഷിർക്കിൻ്റെ വരുതിയിൽ പെടുക എന്നുള്ളത് നിർണയിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇസ്തിഗാസ എന്ന് കേൾക്കുന്ന മാത്രയിൽ എല്ലാ ഇസ്തിഗാസയും ഷിർക്കാണ്, ഷിർക്കിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ പാടുള്ളതല്ല. കാരണം പ്രമാണവചനങ്ങളിൽ തന്നെ ഒരാൾ മറ്റൊരാളോട് ഇസ്തിഗാസ നടത്തിയത് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത ഇസ്തിഗാസ ഈ അധ്യായം കൈകാര്യം ചെയ്യുന്നത് പോലെ ഷിർക്കിന്റെ ഗണത്തിൽപ്പെട്ടതല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്തഗാസഹുല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവ്വിഹി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ കോപ്റ്റിക് വംശജനും ഇസ്രായേലിയനും തമ്മിൽ നടന്ന പ്രശ്നത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഫസ്തഗാസഹു, ഇസ്തിഗാസ നടത്തിയെന്നാണ്, സഹായം ആവശ്യപ്പെട്ടു. അല്ലദീ മിൻ ഷിഅതിഹി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കക്ഷിയിൽപ്പെട്ട അഥവാ ഇസ്രായേലിയനായ വ്യക്തി, അലല്ലദീ മിൻ അദുവ്വിഹി, തൻ്റെ ശത്രുവിനെതിരിൽ അഥവാ കോപ്റ്റിക് വംശജനെതിരിൽ. ഇവിടെ ഇസ്തിഗാസ നടത്തി എന്നാണ്. ആര്? ഇസ്രായേലിയൻ. ആരോട്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തൽ ഷിർക്കിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ എല്ലാ ഇസ്തിഗാസയും അവിടെ ഉദ്ദേശമല്ല. പ്രത്യുത ഷിർക്കിൽപ്പെടുന്ന, ഷിർക്കാകുന്ന ഇസ്തിഗാസയുണ്ട്. അത് നിർണയിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതില്ല എങ്കിൽ ആളുകൾ ഇസ്തിഗാസയുടെ വിഷയത്തിൽ വലിയ അപകടത്തിൽ ആപതിക്കുന്ന, ചെന്നു ചാടുന്ന അവസ്ഥയുണ്ടാകും. പലർക്കും ഇന്ന് പണ്ഡിത പാമര വ്യത്യാസമെന്നെ സംഭവിച്ചു പോയ ഒരു വിപത്ത് കൂടിയാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇസ്തിഗാസയിൽ സഹായം ആവശ്യപ്പെടൽ, രക്ഷാതേട്ടത്തിൽ നിർബന്ധമായ രക്ഷാതേട്ടുണ്ട്, ഹറാമായ രക്ഷാതേട്ടുണ്ട്, പ്രതിഫലാർഹമായ പുണ്യകർമ്മമായ രക്ഷാതേട്ടുണ്ട്, അനുവദനീയമായ രക്ഷാതേട്ടുണ്ട്. അനുവദനീയം എന്ന് പറയുമ്പോൾ അത് ഏതാണ് ഇസ്തിഗാസയിൽ അനുവദനീയമായത്? ഒരു പടപ്പ് മറ്റൊരു പടപ്പിനോട് അയാളുടെ കഴിവിൽപ്പെട്ടത് ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് അനുവദനീയമാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിൻ്റെയും തഖ്വയുടെയും വിഷയത്തിൽ നിങ്ങൾ അന്യോന്യം സഹകരിക്കണം, സഹായിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. കാന അല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹ്. അല്ലാഹു ഒരു ദാസനെ സഹായിക്കും, ദാസൻ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലമത്രയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വ്യക്തി തൻ്റെ കഴിവിൽപ്പെട്ടത് മറ്റൊരാളോട് ആവശ്യപ്പെടുകയും അയാൾ സഹായിക്കുകയും ചെയ്യുന്ന അതിൽ അനുവദനീയമായിട്ടുള്ള സഹായ ചോദിക്കലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. പണ്ഡിതന്മാർ പുണ്യം നേടിത്തരുന്ന പ്രതിഫലാർഹമായ കർമ്മമായ സഹായാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉദാഹരണം വിശദീകരിച്ചത്
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തുന്ന സഹായ തേട്ടവും രക്ഷാതേട്ടവുമാണ്. ഒരു വ്യക്തി അള്ളാഹുവിനോട് രക്ഷയ്ക്ക് വേണ്ടി തേടുക, അള്ളാഹുവിനോട് സഹായം അർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹത്തായ പുണ്യകർമ്മമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ബദരീങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞില്ലേ, ഇസ്തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം ഓർക്കണം. ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. അള്ളാഹു പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരമേകി തുടരെ തുടരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച 1000 മലക്കുകളെ കൊണ്ട് നിങ്ങളെ സഹായിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും അള്ളാഹുവിനോട് നടത്തിയ ഇസ്തിഗാസയെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിഗാസ നടത്തുക എന്നുള്ളത് മഹത്തായ പുണ്യകർമ്മമാണ്, മഹത്തായ ഇബാദത്താണ്. നിർബന്ധമായിട്ടുള്ള സഹായം ആവശ്യപ്പെടലിൻ്റെ ഉദാഹരണം പണ്ഡിതന്മാർ പറയുന്നത്, പടപ്പുകളുടെ കഴിവിൽപ്പെട്ടത്. അപ്പം മനുഷ്യൻ, ഉദാഹരണത്തിന് മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ടത് ആവശ്യപ്പെടുക, ചോദിക്കുക. ഒരു മനുഷ്യൻ താൻ ഉടമപ്പെടുത്തിയത് മറ്റൊരാൾ ചോദിക്കുമ്പോൾ ചോദിക്കപ്പെടുന്നവൻ അത് ചോദിക്കുന്നവന് നേരെ തടയുകയാണ് എങ്കിൽ അത് മുഖാന്തരം ചോദിച്ചവൻ നശിക്കുന്ന അല്ലെങ്കിൽ മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. പണ്ഡിതന്മാർ പറയാറുള്ളത്, സഹായം ആവശ്യപ്പെട്ടു എന്നിട്ട് സഹായിക്കാതിരിക്കൽ അത് ദിമാനിനെയോ ദിയത്തിനെയോ അനിവാര്യമാക്കുന്നുവെങ്കിൽ പ്രസ്തുത സഹായം ആവശ്യപ്പെടൽ നിർബന്ധമായ സഹായം ആവശ്യപ്പെടലാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണം ഒന്നുകൂടി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ കടമെടുത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട്, ഒരു വ്യക്തി ദാഹിച്ചു വലഞ്ഞു, വളരെ ഞെരുക്കത്തിലും പ്രയാസത്തിലുമാണ്, വെള്ളം കിട്ടിയില്ലെങ്കിൽ നശിക്കുമെന്ന വക്കിലാണ്, നാശത്തിൻ്റെ വക്കിലാണ്. അപ്പോൾ തൊട്ടടുത്ത് ഒരു വ്യക്തിയുണ്ട്, അയാളുടെ കയ്യിൽ വെള്ളമുണ്ട്, അയാൾക്ക് ആ വെള്ളം നൽകി സഹായിക്കാനുമാകും. അപ്പോൾ അയാളുടെ വെള്ളം ചോദിച്ചു, പ്രസ്തുത വ്യക്തി വെള്ളം നൽകിയില്ല. ആ വ്യക്തി വെള്ളം നൽകാതെ ഇരിക്കുമ്പോൾ താൻ വെള്ളം നൽകിയിട്ടില്ല എങ്കിൽ തന്നോട് സഹായം ചോദിച്ച വ്യക്തി മരിക്കും എന്നുള്ളത് അയാൾക്കറിയാം. അയാളുടെ കയ്യിലുള്ള വെള്ളം ഇയാൾക്ക് നൽകിയാൽ അയാൾക്ക് ഒരു ഉപദ്രവം ഏൽക്കുകയില്ല, അതിനാൽ ഒരു പ്രയാസവുമില്ല എന്നുള്ള അവസ്ഥയിലാണ്. അപ്പം തനിക്ക് സഹായിച്ചാൽ ഒരു പ്രയാസമല്ല, താൻ സഹായിച്ചിട്ടില്ലെങ്കിൽ ഇയാൾ മരിക്കും, നശിക്കും. അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരിക്കെ ആ വ്യക്തി സഹായിച്ചിട്ടില്ല എങ്കിൽ, ഇയാൾ മരിച്ചിട്ടുണ്ട് എങ്കിൽ, ഭൂരിപക്ഷ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് ഈ മരിച്ച വ്യക്തിയുടെ പേരിൽ മറ്റേ വ്യക്തി ഖിസാസിനാൽ പ്രതിക്രിയ നടത്തപ്പെടണം, വധിക്കപ്പെടണം എന്നുള്ളതാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ എന്താണ് അയാൾക്കുള്ള ശിക്ഷ എന്നതിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. ഏതായാലും ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇസ്തിഗാസ, സഹായം ചോദിക്കുക എന്നുള്ളത് വാജിബാണ്, നിർബന്ധമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. അതായത് സഹായം ചോദിച്ചു, സഹായിച്ചിട്ടില്ല എങ്കിൽ പ്രസ്തുത സഹായം തടയൽ ദിയത്തിനെയോ ദിമാനിനെയോ അനിവാര്യമാക്കുന്നുവെങ്കിൽ അത് ആ ഇസ്തിഗാസ അത് വുജൂബിൻ്റെ ഹുക്കുമിലാണുള്ളത്, വിധിയിലാണുള്ളത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്.
ഹറാമായ ഇസ്തിഗാസ അതിൻ്റെ ഉദാഹരണം ഹറാമിൻ്റെ വിഷയത്തിലുള്ള ഇസ്തിഗാസ പോലെ. ഒരാളൊരു നിഷിദ്ധം ഹറാമായ സംഗതി ഒരാളോട് ചോദിക്കുകയാണ് എങ്കിൽ, ആവശ്യപ്പെടുകയാണ് എങ്കിൽ അത് ഹറാമായ ഇസ്തിഗാസയാണ്. അതേപോലെ തന്നെയാണ് ഷിർക്കൻ ഇസ്തിഗാസയും. ഷിർക്കൻ സഹായത്തേട്ടം അത് ഹറാമായ ഇസ്തിഗാസയാണ്, ഷിർക്കെന്ന പോലെ. ഏതാണ് ഷിർക്കൻ ഇസ്തിഗാസ? അപ്പോൾ ഇസ്തിഗാസ ഹറാമായതുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളിൽ ഒന്ന്, ഒരാൾ ഹറാമായ വിഷയത്തിൽ സഹായം ആവശ്യപ്പെടുകയാണ്. ഒരാൾ പറയാണ് മറ്റൊരാളോട്, എനിക്ക് അല്പം കള്ള് തരണേ, മദ്യം തരണേ, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും നിഷിദ്ധം ചോദിക്കുകയാണ് എങ്കിൽ അത് ഹറാമായ ഇസ്തിഗാസയാണ്. ഇതേപോലെ ഹറാമായ ഇസ്തിഗാസയുടെ മറ്റൊരു ഉദാഹരണമാണ് ഷിർക്കൻ ഇസ്തിഗാസ. എപ്പോഴാണ് ഒരു ഇസ്തിഗാസ ഷിർക്കൻ ഇസ്തിഗാസയാകുക, അത് ഹറാമെന്ന് വിധിക്കാൻ കഴിയും വിധം? അതിന് പണ്ഡിതന്മാർ നൽകിയ മാനദണ്ഡം ഇദ ഇസ്തഗാസ ബിൽ മഖ്ലൂഖി ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. ഒരു പടപ്പ് മറ്റൊരു പടപ്പിനോട് അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചാൽ, തേടിയാൽ, അപ്പോഴാണ് അത് ഷിർക്കൻ ഇസ്തിഗാസയാവുക എന്നുള്ളതാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട്, ആ വ്യക്തി ഹാജറുള്ളതാകട്ടെ ഹാജറില്ലാത്തതാകട്ടെ, ആ പ്രസ്തുത പടപ്പ് മനുഷ്യനാകട്ടെ ജിന്നാകട്ടെ മലക്കാകട്ടെ ഏതൊരു സൃഷ്ടിയാകട്ടെ, ചോദിക്കപ്പെടുന്ന വിഷയം അത് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെ കഴിവിൽ പെട്ടതാണ്, അള്ളാഹുവിന് മാത്രം സഹായിക്കാൻ കഴിയുന്ന കാര്യമാണ് എങ്കിൽ അതിലുള്ള സഹായം ആവശ്യപ്പെടൽ, അതാണ് ഷിർക്കൻ ഇസ്തിഗാസ. ചില പണ്ഡിതന്മാർ പടപ്പുകളുടെ കഴിവിൽപ്പെടാത്തത് പടപ്പുകളോട് ആവശ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പടപ്പുകളുടെ കഴിവിൽപ്പെടാത്തത്, പടപ്പുകൾ ഉടമപ്പെടുത്താത്തത് പടപ്പുകളോട് ആവശ്യപ്പെട്ടാൽ അത് ഷിർക്കാകും എന്ന് പറഞ്ഞിട്ട്. എന്നാൽ സൂക്ഷ്മലക്കളായ പ്രാമാണികരായ പലരും പ്രസ്തുത മാനദണ്ഡത്തെയും നിരൂപണം നടത്തിയിട്ടുണ്ട്. ഈ മാനദണ്ഡം സൂക്ഷ്മവും കൃത്യവുമല്ല എന്നുള്ളത് ഉണർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു അപകടത്തിൽ പെട്ട ഒരു വ്യക്തി, ഉദാഹരണത്തിന് നീന്താൻ അറിയാത്ത ഒരു വ്യക്തി വെള്ളത്തിൽ വീണു. അയാൾ ആ വെള്ളത്തിൽ മുങ്ങുകയും പ്രയാസപ്പെടുകയുമാണ്. അയാൾ കരയിൽ ഒരു വ്യക്തിയെ കാണുന്നു. പ്രസ്തുത വ്യക്തി വികലാംഗനാണ്, അയാൾ അന്ധനാണ്, കാണാത്ത, നടക്കാൻ പോലും കഴിയാത്ത, അപ്പോൾ നീന്താൻ തീരെയും കഴിയില്ല, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് കരയിൽ കാണുന്നത്. പക്ഷേ ഈ വെള്ളത്തിൽ മുങ്ങുന്ന വ്യക്തി ഈ വികലാംഗനെ, അന്ധനെ വിളിച്ച് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് ആവശ്യപ്പെട്ടാൽ, ആവശ്യപ്പെടുന്ന വ്യക്തി ഇയാൾ ആവശ്യപ്പെടുന്നത് ഉടമപ്പെടുത്തിയിട്ടില്ല, അയാളുടെ കഴിവിൽപ്പെട്ടതുമല്ല. അപ്പോൾ ഈ ആവശ്യപ്പെട്ടത് ഷിർക്കാണ് എന്ന് പറയാൻ പറ്റുമോ? ഒരു പണ്ഡിതനും അത് ഷിർക്കാണ് എന്ന് പറയില്ല. ഈ ഒരു വശം ഉള്ളത് കാരണത്താലാണ് പടപ്പുകൾ ഉടമപ്പെടുത്താത്തത് പടപ്പുകളോട് ചോദിക്കൽ ഷിർക്കാകും എന്നതിനെ പണ്ഡിതന്മാർ നിരൂപണം നടത്തിയത്. എന്നാൽ ആ പ്രയോഗത്തിൻ്റെ ഉദ്ദേശം, പടപ്പുകൾ ഉടമപ്പെടുത്താത്തത് പടപ്പുകളോട് ചോദിച്ചാൽ എന്നതിൻ്റെ ഉദ്ദേശം അള്ളാഹു മാത്രം ഉടമപ്പെടുത്തിയത്
പടപ്പുകളോട് ചോദിക്കുക എന്ന അർത്ഥത്തിലാണ് എങ്കിൽ അങ്ങനെ ആയിരിക്കാം പണ്ഡിതന്മാർ ആ ഒരു മാനദണ്ഡം പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ ഇവിടെ ഉണർത്തിയ ആ കൃത്യമായിട്ടുള്ള മാനദണ്ഡത്തിൻ്റെ അതേ ആശയം തന്നെയായിരിക്കും അതിനുള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ഉടമപ്പെടുത്തിയ കാര്യം, അത് പടപ്പുകൾ അവർ ആരാവട്ടെ അവരോട് തേടുന്ന ചോദിക്കുന്ന അവസ്ഥ, അതിൽ പടപ്പുകൾ സന്നിഹിതരായാലും പടപ്പുകൾ സന്നിഹിതരല്ലെങ്കിലും അവരോട് ആവശ്യപ്പെടുക എന്നുള്ളത് അത് ശിർക്കൻ ഇസ്തിഗാസയാകുന്നു. ഉദാഹരണം, മരണപ്പെട്ടവരോടുള്ള ഇസ്തിഗാസ പോലെ. മരണപ്പെട്ട വ്യക്തികൾ ബർസഖിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും ഇടയിൽ മറ സൃഷ്ടിച്ചിരിക്കുന്നു. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർ പടപ്പുകൾ വിളിക്കുന്നത് കേട്ടുത്തരം ചെയ്യുവാൻ കഴിവുള്ളവരോ ആ നിലക്കവർ സന്നിഹിതരോ അല്ല. വിളിക്കുന്ന വ്യക്തികൾ ആരെയാണോ വിളിക്കുന്നത് അവരിൽ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കേണ്ടതായ പല പ്രത്യേകതകളും വിശ്വസിക്കുന്നത് കാരണത്താലാണ് ഈ വിളികൾ അവർക്ക് നേരെ ഉയർത്തുന്നത്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, കാണുന്നത് പോലെ കാണും, ഏത് ഭാഷയിൽ വിളിച്ചാലും ഉത്തരം ചെയ്യും, വായിക്കൂട് മുമ്പ് ഉത്തരം ചെയ്യും തുടങ്ങിയതായ പല വിശ്വാസങ്ങളും ഇത്തരം വിളികൾ നടത്തുന്നവരുടെ വിശ്വാസങ്ങളിൽ പെട്ടതാണ്. ഏതായാലും ഇവിടെ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ബാബു മിന ശിർക്കി അൻ യസ്തഗീസ ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ കൊണ്ടുള്ള രക്ഷാത്തേട്ടം അത് ശിർക്കിൽ പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഈ ഇസ്തിഗാസ ഏത് എന്ന് നിർണയിക്കപ്പെടേണ്ടതുണ്ട്. ആ ഇസ്തിഗാസത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ഉടമപ്പെടുത്തിയതായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് നേരെ ഉയർത്തലും പടപ്പുകളിൽ നിന്ന് തേടലുമാണ് എന്നുള്ളതാണ്. ഈ അധ്യായത്തിൽ ഏതാനും ആയത്തുകളും നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ കേൾപ്പിച്ചതുപോലെ ഒരു അസറുമാണ് ഷെയ്ഖ് നൽകിയിട്ടുള്ളത്. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ് മാ ലാ യൻഫഉക വലാ യദുറുക. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം, മിൻ ദൂനില്ല എന്ന് പറഞ്ഞാൽ മഅല്ലാ എന്നർത്ഥമുണ്ട്, സിവല്ല എന്നർത്ഥമുണ്ട്. സിവല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ കൂടാതെ, മഅല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവോടൊപ്പം. അപ്പോൾ അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ നീ ദുആ ചെയ്യരുത്. മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്ക് ഉപകാരം ചെയ്യാത്തതിനോടും നിനക്ക് ഉപദ്രവം ചെയ്യാത്തതിനോടും, നിനക്ക് ഉപകാരോപദ്രവങ്ങൾ ചെയ്യാത്ത യാതൊന്നിനോടും നീ അള്ളാഹുവോടൊപ്പം ദുആയിരക്കല്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, നീ അപ്രകാരം പ്രവർത്തിക്കുകയായാൽ നീ ബാലിമീങ്ങളിൽ ഉൾപ്പെട്ടവനാകും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇവിടെ സാക്ഷ്യം എന്തിനാണ് ഷെയ്ഖ് ഇത് കൊണ്ടുവന്നത്? നീ ദുആ ഇരക്കരുത് എന്നാണ്. ഫലാ തദ്ഉ, ദുആയിൽപ്പെട്ടതാണ് ഇസ്തിഗാസ. ദുആന്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ് ഇസ്തിഗാസയും അതേപോലെ ഇസ്തിആനയും അതേപോലെ തന്നെ ഇസ്തിആദയും ഒക്കെ. അപ്പോൾ ദുആ ഇരക്കരുത് എന്ന് പറഞ്ഞാൽ ഇസ്തിഗാസ അതിൽ വന്നു. അപ്പോൾ ഇസ്തിഗാസ അടക്കമുള്ള ഒരു ദുആയും നീ നിർവഹിക്കരുത്.
മാ ലാ യൻഫഉക വലാ യദുറുക. അവിടെ മാ ലാ യൻഫഉക എന്നാണ്, നിനക്ക് ഉപകാരം ചെയ്യാത്ത ഒന്ന്. അവിടെ മായാണ് പ്രയോഗിച്ചത്. മാ പ്രയോഗിക്കുമ്പോൾ ഈ ഭാഷാ പണ്ഡിതന്മാരുടെ പ്രയോഗപ്രകാരം അതിൽ ഉഖലാവും ഗൈറു ഉഖലാവും ഉൾപ്പെടും. അപ്പം മലക്കുകൾ, നബിമാർ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ തുടങ്ങിയ ഉഖലാകളിൽ ഗണിക്കപ്പെടുന്നവർ, ഗൈറു ഉഖലാ ആയ വിഗ്രഹങ്ങൾ, ഖബറുകൾ, വൃക്ഷങ്ങൾ, കല്ലുകൾ തുടങ്ങി ഉള്ളവയും അതിലുൾപ്പെടും. ഒന്നിനോട് നീ ദുആ ഇരക്കല്ലേ എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, നിങ്ങൾ അപ്രകാരം പ്രവർത്തിച്ചെങ്കിൽ, ഇവിടെ ഖിതാബ് ആരോടാണ്? പ്രഥമ അഭിസംബോധന ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ശിർക്ക് വരില്ല. പിന്നെയോ ഈ പ്രയോഗം നടത്തിയത് മാലോകർക്ക് മുന്നറിയിപ്പും ശക്തമായ താക്കീതുമാണ്. ആര് തന്നെയാണ് ഷിർക്കിൻ്റെ പണിയെടുക്കുന്നത്, അവരപ്രകാരം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ ബാലിമീങ്ങളിൽ പെട്ടവരാണ്, അവർ അക്രമികളാണ്, അക്രമികളിൽപ്പെട്ടവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ബാലിം എന്ന് പറഞ്ഞിട്ടെങ്കിൽ ദുൽമ് ചെയ്തവൻ. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഷിർക്ക് അത് വലിയ അക്രമമാകുന്നു എന്ന് പറഞ്ഞു, ദുൽമാകുന്നു എന്ന് പറഞ്ഞു. വാലിമീൻ എന്ന് പറഞ്ഞാൽ അവിടെ മുശ്രിക്കീൻ എന്നുള്ള ഉദ്ദേശമാണ്. ആര് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും, ഷിർക്കൻ പ്രവർത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ മുശ്രിക്കീങ്ങളിൽ പെട്ടുപോകും എന്നുള്ളതാണ്. രണ്ടാമത്തെ ആയത്ത്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, ഈ ആയത്തിന്റെ ബാക്കി ഭാഗമുണ്ട്. വഇൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യുരിദിക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. വഇൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുർറ് ഏൽപ്പിച്ചാൽ, എന്തെങ്കിലും ഒരു ഉപദ്രവം, വിപത്ത് ഏൽപ്പിച്ചാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാഹു, ആ ഉപദ്രവത്തെ നീക്കുന്നവനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ ഉപദ്രവം, വിപത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ബിദുർറിൻ എന്നാണ്. ദുർറിൻ എന്നുള്ളത് നക്കിറയാണ്. അത് ഇൻ എന്ന ഷർത്തിൻ്റെ സിയാക്കിലാണ് വന്നത്. അതൊരു ഷിബ്ഹ് നഫിയാണ്. അപ്പോൾ ഷർത്തിൻ്റെ സിയാക്കിൽ നക്കിറ വന്നാൽ ഉമൂമിൻ്റെ മഅനയെ ഇഫാദത്ത് ചെയ്യും എന്നാണ്. എന്ന് പറഞ്ഞാൽ ദുർ എന്ന് പറഞ്ഞാൽ ഏത് ദുർറും ആകാം. ദീനീ വിഷയത്തിലാകട്ടെ, ദുനിയാവിൻ്റെ വിഷയത്തിലാകട്ടെ, ശാരീരികമായിട്ടുള്ളതാകട്ടെ, സാമ്പത്തികമായിട്ടുള്ളതാകട്ടെ, മക്കളുടെ ഭാഗത്തു നിന്നുള്ളതാകട്ടെ, അഭിമാനകരമായിട്ടുള്ള വിഷയങ്ങളിലാകട്ടെ, ഏതൊരു നിലക്കുള്ള ദുർറും വിപത്തും ഉപദ്രവവും അള്ളാഹു നിനക്ക് ഏൽപ്പിച്ചാൽ ഫലാ കാശിഫ ലഹു, അതിനെ നീക്കുന്നവനായി ആരുമില്ല എന്നാണ്. ഫലാ കാശിഫ ലാ നാഫിയ ലിൽ ജിൻസാണ്. കാശിഫ എന്ന് പറഞ്ഞാൽ നീക്കാളുമില്ല എന്ന മാനയിലാണ്. ഇല്ലാഹു, ആരല്ലാതെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ. അപ്പോൾ ഈ ആയത്ത് വ്യക്തമായിട്ടുള്ള തെളിവാണ്. രക്ഷാത്തേട്ടവും ദുആയും അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് നടത്തേണ്ടത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ദുആയും ഇസ്തിഗാസയും അർഹിക്കുന്നത്. അതിനാലാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് ഇവിടെ തെളിവായി കൊണ്ടുവന്നത്. രണ്ടാമത്തെ തെളിവ്, ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹ് ലാ യംലികൂന ലക്കും റിസ്ഖ ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ് വഅബ്ദൂഹു വഷ്കുറൂ ലഹു ഇലൈഹി തുർജഊൻ. ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹ്, ഇന്നല്ലദീന തഅബുദൂൻ നിങ്ങൾ ആരാധിക്കുന്നവർ, മിൻ ദൂനില്ലാഹ് എന്നാ രണ്ടർത്ഥം, സിവല്ലാ അള്ളാഹുവെ കൂടാതെ, അല്ലെങ്കിൽ മാ അല്ലാഹ് അള്ളാഹുവോടൊപ്പം, അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നവർ, ലാ യംലികൂന ലക്കും റിസ്ഖ അവർ നിങ്ങൾക്ക് റിസ്ഖിനെ ഉടമപ്പെടുത്തുന്നില്ല. ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ് അതിനാൽ നിങ്ങൾ അള്ളാഹുവിങ്കൽ റിസ്ഖിനെ തേടുക, വഅബ്ദൂഹു അവനെ നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുക, വഷ്കുറൂ ലഹു അവനോട് നിങ്ങൾ നന്ദിയുള്ളവരാവുകയും ചെയ്യുക, ഇലൈഹി തുർജഊൻ അവനിലേക്ക് മാത്രമാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇവിടെ ആയത്തിൽ തെളിവ് ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ് അള്ളാഹുവിങ്കൽ നിങ്ങൾ റിസ്ഖിന് തേടുക എന്നുള്ളതാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? അരുളപ്പെടുന്നത്, നൽകപ്പെടുന്നത് എന്താണ്? അതൊക്കെ റിസ്ക്കാണ്. നൽകുന്നതിന് റസ്ക് എന്ന് പറയും, നൽകുന്നത് റിസ്ക്കുമാണ്. എന്താ ഒരു മനുഷ്യന് അള്ളാഹുവിൽ നിന്ന് നൽകപ്പെടുന്നത്? ആരോഗ്യം, സൗഖ്യം, സമ്പത്ത്, ഭക്ഷണം, അതേപോലെ വീട്, അതേപോലെ തന്നെ വാഹനം തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് റിസ്ക് ധാരാളമാണ്. മനുഷ്യൻ ആവശ്യപ്പെടുന്നതെല്ലാം, മനുഷ്യന് ആവശ്യമായതെല്ലാം റിസ്ക്കാണ്. മനുഷ്യൻ്റെ ജീവിത സന്ധാരണത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള, ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകമാണ് റിസ്ക്. അതുകൊണ്ട് തന്നെ റിസ്കിന് തേടുക എന്നുള്ളത് പടപ്പുകളിൽ നിന്നുണ്ടാവും. കാരണം അവൻ്റെ ജീവിതവൃത്തി അതിലാണ്, അവൻ്റെ ജീവിതം നിലനിൽക്കുന്നത് അതിനാലാണ്. അതിനാൽ പടപ്പുകളോട് ആവശ്യപ്പെടുക, തേടുക എന്നുള്ളത് റിസ്കിൻ്റെ വിഷയത്തിൽ ഉണ്ടാകും. രക്ഷാതേട്ടമായി, ദുആയായി റിസ്കിന് വേണ്ടിയിട്ട് ദാസന്മാർ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക എന്നുള്ളത് ഉണ്ടാകും, അനിവാര്യമായി ഉണ്ടാവും. സൗഖ്യത്തിന് വേണ്ടി തേടുന്നവർ, ആഫിയത്തിന് വേണ്ടി തേടുന്നവർ, സമ്പത്തിന് വേണ്ടി തേടുന്നവർ, മക്കൾക്ക് വേണ്ടി തേടുന്നവർ, അതേപോലെ തന്നെ മറ്റു പല ആവശ്യങ്ങൾ അള്ളാഹു കനിയപ്പെടുന്നത്, അള്ളാഹുവിൽ നിന്ന് കനിഞ്ഞ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർ തേടും. അപ്പോൾ അത് ആരോടാ തേടേണ്ടത്? ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖ് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ്, അള്ളാഹുവിങ്കലാണ് റിസ്കിന് വേണ്ടിയിട്ട് തേടേണ്ടത്. വഅബ്ദൂഹു അവനെ ആരാധിക്കുകയും, വഷ്കുറൂ ലഹു അവന് നന്ദി കാണിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഉണർത്തുന്നത്. അപ്പോൾ ഈ ആയത്ത് രക്ഷാതേട്ടം, അതേപോലെ ദുആ അള്ളാഹുവിനോട് മാത്രം എന്നുള്ള വിഷയത്തിൽ വ്യക്തമായ പ്രമാണമാണ്. അതിനാലാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ അത് നൽകിയത്. അടുത്ത വചനം, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറ അന്നാസു കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ മല്ലാ യസ്തജീബു ലഹു തനിക്ക് ഉത്തരമേകാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ, മിമ്മൻ യദ്ഉ ദുആ ചെയ്യുന്നവനേക്കാൾ അവൽ വഴികെട്ടവനായി, മൻ
ആരുണ്ട് എന്നാണ്. മൻ അവൽ, ആരാണ് ഏറ്റവും വഴികെട്ടവനായി ഉള്ളത്? മിമ്മൻ, ഒരു കൂട്ടരേക്കാൾ. യദ്ഉ മിൻ ദൂനില്ലാഹ്, അവൻ അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ ദുആ ചെയ്യുന്നു. മൻ ലാ യസ്തജീബു ലഹു, തനിക്ക് ഉത്തരമേകാത്തവനോട്. ഇല യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരേക്കും. അപ്പം അന്ത്യനാൾ വരേക്കും താൻ തേടിയാൽ ഉത്തരം ചെയ്യാത്തവരോട് ദുആ ഇരക്കുന്നവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട്? വഹും, അവരാകട്ടെ, ആരാ? ഈ ഉത്തരം ചെയ്യാത്ത അള്ളാഹുവോടൊപ്പം ആളുകൾ വിളിച്ച് ദുആ ചെയ്യുന്നവർ. അൻ ദുആഇഹിം, ഇവരുടെ ദുആയെ സംബന്ധിച്ചിടത്തോളം, വിളിച്ച് തേടുന്നവരുടെ വിളിയെ ദുആയെ സംബന്ധിച്ചിടത്തോളം ഗാഫിലൂൻ, അശ്രദ്ധയിലുമാകുന്നു. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വഴികെട്ട മാർഗഭ്രംശികളായ ആളുകളെയാണ് ഉണർത്തുന്നത്. അതാരാ? അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെ ദുആ ഇരക്കുന്നവരാണ്. ദുആ ഇരക്കപ്പെടുന്നവരുടെ അവസ്ഥ എന്താ? അന്ത്യനാൾ വരേക്കും അവർ ദുആ ഇരക്കുന്നവർക്ക് ഉത്തരം ചെയ്യുകയില്ല, അവരുടെ വിളിക്ക് ഉത്തരം ചെയ്യുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മരണപ്പെട്ടവരാണ് ഉദ്ദേശം, മൺമറഞ്ഞവരാണ് ഉദ്ദേശം. കാരണം എന്താ? മൺമറഞ്ഞവരും മറമാടപ്പെട്ടവരും അന്ത്യനാൾ വരേക്കും ഈ വിളിക്കുന്നവരുടെ വിളി കേട്ടുത്തരം ചെയ്യൂല എന്നുള്ളതാണ്. അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉയർത്തെഴുന്നേൽക്കും. തങ്ങളുടെ മുന്നിൽ കാണുന്ന തങ്ങളെ വിളിച്ചിരുന്ന ആളുകളോട് അവരെതിർക്കുകയും അവരിവരുടെ നിഷേധികളാവുകയും ചെയ്യുകയൊക്കെ ചെയ്യും. മാത്രമല്ല വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവരുടെ വിളിയെക്കുറിച്ച് അവർ അശ്രദ്ധയിലാണ് എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഉദ്ദേശം വിഗ്രഹമോ കല്ലോ മരമോ അചേതന വസ്തുക്കളോ അല്ല, പ്രത്യുത മരണപ്പെട്ടവരാണ് എന്നുള്ളത് തെളിയുന്നു. അപ്പോൾ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി മൂന്നാമത്തെ ആയത്തിൽ ഇവിടെ അള്ളാഹു അല്ലാത്തവർ, അവരോടുള്ള രക്ഷാത്തേട്ടം, അവരോടുള്ള ദുആ ഷിർക്കിൽപ്പെട്ടതാണ്. വിളിക്കപ്പെടുന്നവർ മരണപ്പെട്ടവരാണെങ്കിൽ അവരോടുള്ള വിളിയും രക്ഷാത്തേട്ടവും ഷിർക്കിൽപ്പെട്ടതാണ് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുവാനാണ് ഈ ആയത്തിനെ ഇവിടെ മൂന്നാമതായിട്ട് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. وَإِذَا حُشِرَ النَّاسُ كَانُوا لَهُمْ أَعْدَاءً وَكَانُوا بِعِبَادَتِهِمْ كَافِرِينَ. ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ വിളിച്ചു ദുആഇരക്കപ്പെട്ടവർ വിളിച്ചു ദുആഇരുന്നവരുടെ കാനൂ ലഹും അഅദാ, ശത്രുക്കളായി പരിണമിക്കും, ശത്രുക്കളാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അംവാതുൻ ഗൈറു അഹ്യാ, ജീവിച്ചിരിക്കുന്നവരല്ല, മരണപ്പെട്ടവരാണ്. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർക്കറിയില്ല തങ്ങൾ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നുള്ളത് വരെ. അപ്പോൾ മരണപ്പെട്ടവരെ വിളിക്കുന്നത്, അവരോട് രക്ഷ തേടുന്നത് ഷിർക്കിൽപ്പെട്ടതാണ് എന്നുള്ളത് ഇത്തരം ആയത്തുകൾ വ്യക്തമാക്കുന്നു. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ ഇലാഹുക്കും ഇലാഹു വാഹിദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളുടെ മഅബൂദ്, ആരാധ്യൻ, അത് ഏക ആരാധ്യനാകുന്നു. നിങ്ങൾക്ക് ദുആ ഇരക്കുവാൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടുവാൻ ഉള്ള മഅബൂദ്, ഇലാഹ്, ആരാധ്യൻ, അത് ഏകനായ ആരാധ്യനാകുന്നു. അതുകൊണ്ട് അവനോട് മാത്രമേ രക്ഷയ്ക്ക് തേടാവൂ, ദുആ ചെയ്യാവൂ എന്നുള്ളതാണ് ഇവിടെ ഉണർത്തുന്നത്.
മരണപ്പെട്ടവരെ വിളിക്കുക, അവരോട് രക്ഷക്ക് തേടുക, അവരോട് ദുആയിരക്കുക എന്നുള്ളത് പാടില്ല. അത് ശിർക്കിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു അവതരണത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. അടുത്ത ആയത്ത് അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദആ വയക്ഷിഫുസ് സൂ വയജ്അലുകും ഖുലഫാഅൽ അർദ്. അമ്മൻ യുജീബുൽ മുദ്ദർ, നിർബന്ധിതന്റെ ഇദാ ദആഹു, വിളിക്ക്, അള്ളാഹുവിനോട് വിളിച്ചാൽ നിർബന്ധിതന്റെ വിളിക്ക് ഉത്തരമേകുന്നവൻ ആരാണ്? അതേപോലെ വയക്ഷിഫുസ് സൂ, വിപത്തുക്കൾ നീക്കുകയും ചെയ്യുന്നവൻ ആരാണ്? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അമ്മൻ യുജീബുൽ മുദ്ദർ ഇദാ ദഅ, നിർബന്ധിതൻ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരമേകുന്നവൻ ആരാണ്? വയക്ഷിഫുസ് സൂ, ദുരിതം നീക്കുകയും ചെയ്യുന്നവൻ ആരാണ്? ആരാ? അത് അള്ളാഹുവാണ്. എല്ലാവരും സമ്മതിക്കുന്ന വിഷയമാണ് നിർബന്ധിതന്റെ വിളിക്ക് ഉത്തരമേകുന്നത്, ദുരിതം പോക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ ശേഷം പറയുന്നത് അ ഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. എങ്കിൽ അത് അള്ളാഹു ആണ് എങ്കിൽ ആ അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹുണ്ടോ? നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, ഉത്ബുദ്ധരാകുന്നുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ആ ഇലാഹു മഅല്ലാഹ്, അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇസ്തിഫാം ഇൻകാരിയാണ്. ആ ചോദ്യം നിഷേധിക്കാനാണ്. അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹുമില്ല. അപ്പോൾ അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹില്ല എങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി തേടുവാനും ദുആ ഇരക്കുവാനും മറ്റൊരു ആരാധ്യനില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധിതാവസ്ഥയിൽ വിളിക്കുവാനും ദുരിതം നീക്കുവാനും അള്ളാഹു അല്ലാത്ത പടപ്പുകളോട് തേടുവാനും അതേപോലെ തന്നെ ദുആ ഇരക്കുവാനും പാടുള്ളതല്ല. ഇതാണ് ഈ ആയത്തിൻ്റെ തേട്ടം. അതറിയിക്കുവാനാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നാലാമത് ഈ ആയത്തിനെ ഇവിടെ നൽകുകയുണ്ടായത്. ഇനി ഷെയ്ഖ് നൽകിയത് ഒരു അസറാണ്. ഇമാം തബറാനി തൻ്റെ മുഅ്ജമിൽ റിപ്പോർട്ട് ചെയ്ത ഒരു അസർ. ആ അസറും അതിനെ തുടർന്നുള്ള ചില ഭാഗങ്ങൾ, കാരണം ആ അസറുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ സനദുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയവും. അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടുള്ളതായ അനിവാര്യമായിട്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ അറിയേണ്ടതായ ചില വിഷയങ്ങൾ അത് നമുക്കൊരു ഭാഗമായിട്ട് തന്നെ ഇവിടെ വിശദീകരിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. കാരണം എന്താ, ഇന്ന് നമ്മുടെ ആളുകൾക്കിടയിൽ സജീവമായിട്ട് ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് ഒരു ഹദീസ്, അല്ലെങ്കിൽ ആ ഹദീസ് അറിയിക്കുന്ന ഒരു വിഷയം. എല്ലാവരുടെയും ചുണ്ടിൽ വരുന്ന ഒരു വചനമാണ് ഇബാദല്ലാഹ് അഈനൂനി, അല്ലെങ്കിൽ യാ ഇബാദല്ലാഹ് അഗീസൂനി, അഗീസൂനി ഇബാദല്ലാഹ് തുടങ്ങിയതായ വചനങ്ങൾ. അതിൻ്റെ ആകത്തുക എന്താ? അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കണമേ എന്നറിയിക്കുന്ന ഇത്തരം ഹദീസുകൾ, ഹദീസിൻ്റെ ലഫ്ദുകൾ വേറെയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മളത് കുറച്ച് വിശദീകരിക്കേണ്ടതുണ്ട്.
തന്നെ കേൾക്കുന്ന, തന്നെ സഹായിക്കുവാൻ കഴിവുള്ള പടപ്പുകളോട് നടത്തുന്ന അപേക്ഷയും സഹായ അഭ്യർത്ഥനവും അത് ശിർക്കിൻ്റെ ഗണത്തിൽ പെടുമോ? ഇതാണ് ആ വിഷയത്തിൻ്റെ മർമ്മഭാഗം. സലഫികളായ നമ്മുടെ പണ്ഡിതന്മാരെല്ലാവരും ഏകോപിക്കുന്നൊരു വിഷയം ഈ വിഷയത്തിൽ പറയപ്പെടുന്ന ഹദീസുകൾ ദുർബലമാണ്. യാ ഇബാദല്ലാ അഗീസൂനി, അതേപോലെ യാ ഇബാദല്ലാ ഇഹ്ബിസു ഫഇന്ന ലില്ലാഹി ഹാദിറൻ ഫിൽ അർദി സയഹ്ബിസു തുടങ്ങി إذا ضل على أحدكم شيء أو أراد أحدكم عونا وهو بأرض فلاة ليس بها أحد فليقل يا عباد الله أعينوا يا عباد الله أعينوا തുടങ്ങിയതായ റിപ്പോർട്ടുകൾ, അഈനൂനി യാ ഇബാദല്ലാ തുടങ്ങിയ റിപ്പോർട്ടുകൾ പലതുണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ ദുർബലമാണ് എന്നെല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അതുകൊണ്ട് വിജനതയിൽ അകപ്പെടുന്ന വ്യക്തികൾ അവർ ജിന്നിനെ വിളിക്കണം, മലക്കിനെ വിളിക്കണം എന്ന് പറയുന്നവരാണ് എന്ന് സലഫി പ്രവർത്തകരെ കുറിച്ച് പറയൽ അപരാധമാണ്. കാരണം വിശ്വാസകാര്യങ്ങളിൽ ദുർബല ഹദീസ് തെളിവ് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സലഫിയത്തിൻ്റെ അഖീദ. സലഫി പ്രവർത്തകർ അതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുർബല ഹദീസ് കൊണ്ട് അമലെടുക്കുക എന്ന മാർഗേണ ഒരിടത്ത് ഒറ്റപ്പെടുന്ന ഒരു വ്യക്തി അവിടെ ജിന്നിനെ വിളിക്കണം അല്ലെങ്കിൽ മലക്കിനെ വിളിക്കണം എന്ന് പറയുന്നവൻ അല്ല. ഒരിക്കലും ഒരാളും അങ്ങനെ വാദിക്കുകയോ ജൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ചില വാദമുഖങ്ങൾ ഉന്നയിച്ച് നമ്മുടെ ചില പണ്ഡിതന്മാർക്ക് നേരെ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ആരോപണങ്ങൾ നടത്തി അന്യായമായ ചില അക്രമങ്ങൾക്ക് അവരെ ഇരയാക്കുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. അപ്പോൾ ആ വിഷയത്തിൻ്റെ നിജസ്ഥിതി എന്തെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പ്രതിപാദിച്ച് സംസാരിച്ച ധാരാളം സലഫികളായ നമ്മളെ മുൻകടന്നതായ പണ്ഡിതന്മാരുടെയും ജീവിച്ചിരിക്കുന്ന സലഫികളായ പണ്ഡിതന്മാരുടെയും രചനകളിൽ പരിശോധന നടത്തുവാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ആ പണ്ഡിതരാരും ഈ ഹദീസ് അറിയിക്കുന്നതായ വിളി അത് ഷിർക്കിൻ്റെ വിളിയാണ്, അങ്ങനെയുള്ള ഒരു വിളി അത് ഒരാളെ മതത്തിൽ നിന്ന് പുറത്താക്കുന്ന വിളിയാണ് എന്ന് വിധിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. പണ്ഡിതന്മാർ തൽ വിഷയത്തിൽ എന്താണ് ഉണർത്തിയത്, നമ്മൾ സ്വീകരിക്കേണ്ടതായ നിലപാട് എന്താണ്? ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഈ ഹദീസിനെ വിശദീകരിക്കുന്നതോടൊപ്പം പ്രസ്തുത ഹദീസുകളും അതിൽ പണ്ഡിതന്മാർ സ്വീകരിച്ചതായ സൂക്ഷ്മമായ നിലപാടും അത് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ സത്യദീനിൽ ഫിഖ്ഹും ഇൽമും പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടകന്ന് കഴിയുവാനും നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ഹൃദയ വിശാലത നൽകുമാറാവട്ടെ. അല്ലാഹു ഈ സത്യദീനിൽ നമുക്കെല്ലാവർക്കും ഇസ്തിഖാമത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ
വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.